അങ്ങനെ ഞങ്ങൾ നാളെയാണ് കേട്ടോ അഡ്മിറ്റ് ആവാൻ പോകുന്നത്. അപ്പം ഇതുവരെ വേദനയോ ഒരു സംഭവം വന്നിട്ടില്ല. വേദന എന്ന് പറഞ്ഞാല് എടുക്ക് ഭയങ്കര ചില സമയത്ത് വയറൊരു ടൈറ്റ് ആവുന്നുണ്ട്. അത്രല്ലേ ഉള്ളൂ, ചെറിയൊരു പെയിൻ ഇവിടുന്നൊക്കെ ഒരു ചെറിയ വേദന. പക്ഷെ അങ്ങനെ വല്ല പറയണ അത്ര ഒന്നുമില്ല, ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ പണി വെച്ചാല് ഇനിയിപ്പോ പോവാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്, ഫയല് കാര്യങ്ങൾ പാക്ക്. ഫയല് നമ്മുടെ റെക്കോർഡ്സ് കറക്റ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, റിസൾട്ടും പിന്നെ അല്ലാത്തതും പിന്നെ അതൊക്കെ അവര് ചോദിക്കുന്നത് അന്ന് തന്നെ പറഞ്ഞിരുന്നായിരുന്നല്ലേ, പെട്ടെന്നാ ചോദിക്കുക. അപ്പൊ അതൊക്കെ ഞാൻ എടുത്തു വെച്ചതാണ്. ഇപ്പൊ ഞാൻ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്, ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഉമ്മാക്കും പറഞ്ഞു കൊടുത്തോളുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് മെഡിസിന്റെ സംഭവങ്ങളൊക്കെ, മെഡിസിനും പിന്നെ ഞങ്ങളിങ്ങനെ ഒരാ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് എത്ര രൂപ ടോട്ടലായിന്ന് ഇതാണ്ടോ ബില്ലുണ്ട്, എല്ലാ ബില്ലും ഉണ്ട്, കളഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട്, പക്ഷെ വേണോ വേണ്ടെന്ന് പിന്നീട് ചിന്തിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്നിപ്പോ ചായപ്പൊടിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചായ കുടിക്കാൻ അവിടെ പോയിട്ട്. പിന്നെ ഇത് ഉള്ളി കൊടുക്കാനുള്ള സോപ്പാട്ടോ, വേറെ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ സോപ്പുണ്ട്. അപ്പൊ അവര് ഉള്ളി കൊടുത്ത സോപ്പ് നല്ല സോപ്പായി തിരിച്ചു കിട്ടൂല എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ റോസിന്റെ അകത്താണ് എന്തുള്ളത്, എല്ലാ റിസൾട്ടും ഉള്ളത്. നമ്മളെ ടെസ്റ്റ് റിസൾട്ടും സ്കാൻ റിപ്പോർട്ടൊക്കെ റോസിലാണ് കേട്ടോ. അതേ മറന്നുപോയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, ശരിയായിക്കോട്ടെ, അതൊരു ഉപകാരം. പിന്നെ കാണിച്ചു തരാം, ഇതൊക്കെയാണ് റിസൾട്ടുകൾ. ഇതുവരെ എല്ലാ റിസൾട്ടും. ഇനിയിപ്പോ ഞങ്ങൾക്ക് നാളെ രാവിലെ 8:30 പോയിട്ട് കുറച്ച് റിസൾട്ട് 9 റിസൾട്ട് കഴിഞ്ഞ ദിവസം കൊടുത്തില്ലേ, ആ 9 റിസൾട്ട് നാളെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അഡ്മിഷൻ കാർഡ് അവിടെ അതിലുണ്ട്, ഞാൻ ഇതിന് മുകളിൽ തന്നെ വെച്ചിരിക്കുന്നു, ഈ ഫയലിന്റെ മുകളിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നു. കാർഡൊക്കെ അത് ഫസ്റ്റ് വെക്കിട്ട് എനിക്ക് തപ്പാൻ വയ്യ അവിടെ പോയിട്ട്. ഡെലിവറി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടീന്റെ സാധനങ്ങള്, പിന്നെ ഉമ്മാക്ക് കിടക്കാം, ഇത് ഉമ്മാന്റെ മാത്രം സാധനങ്ങൾ. ഉമ്മാക്ക് കിടക്കാൻ പായ, പുതപ്പ്, മണക്കുള്ള പായ മാത്രം ഉമ്മാക്കുള്ളൂ കേട്ടോ. ഉമ്മാക്ക് പായ മതി, അതൊക്കെ മതി. രാവിലെ എടുക്കുക, മണ്ടുക, പോവാന്നല്ല എന്റെ ഭാഷയില് മണ്ടുക. ഇതൊക്കെ വെച്ചോളി. ഇതിലെന്താ, ഇത് നിന്റെ സാധനങ്ങൾ, ഇത് മൊത്തം എന്തിനാണ്? നീ എന്താ ടൂറ് പോയ, കാശ്മീർ പോണ പോലെ പോണ്? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ സത്യത്തിൽ എനിക്ക് മാത്രം സാധനം ഇല്ലാത്തുള്ളൂ, ഞാൻ മാറി കുളിച്ച് നടക്കുക അവിടെ. എന്താ സ്റ്റിക്കറോ? ഓ, ഞങ്ങളുടെ ഫാന് ഫാനൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ. അപ്പൊ ഇനിയിപ്പോ നാളെ രാവിലെ കാണാം, ഹോസ്പിറ്റലിൽ പോകുമ്പോ. വേറെ വേദനകളൊന്നും വന്നില്ല, നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണ വീഡിയോ കാണാം. ഇല്ലെങ്കിൽ അതിലായിട്ടുണ്ട്. ഞാൻ പാലൊക്കെ കൊടുത്ത് വന്ന് പോവാനായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പിന്നെ ഇന്നലെ രാത്രി അങ്ങനെ വേദനയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പോയിട്ട് അഡ്മിറ്റ് ആവുകയാണ്. ഉമ്മയൊക്കെ കുളിച്ച് കഴിഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും റെഡിയായി. ഞാനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങൾ പോയി കുളിച്ചിട്ട് നമുക്ക് ചായ കുടിക്കുന്നത് 8 മണി മോട്ടോക്കാരൻ എത്തും. ഇന്ന് ഡെലിവറി നടക്കുമെന്തോ എനിക്കറിയൂല, പേടിയാണ്. ഡെലിവറി നടന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കാരണം ഞങ്ങളുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ദിവസമാണ് ഈ 24 എന്ന് പറയുന്നത്. അതിൽ തന്നെ ആണെങ്കിൽ നല്ല മഴ ഉണ്ട്. കർക്കിടവാകും കണ്ടോ. ചായ കുടിക്കാണ്, പത്തിരിയും കോഴിമുട്ടക്കറിയും. ഞാൻ തിന്നോ വണ്ടിക്കാരൻ ഇപ്പൊ വരും. ഇതുമ്പോ ചുട്ട പത്തിരി മൊത്തം തിരിട്ടുണ്ടല്ലോ. ഇന്ന് വൈകുന്നേരം വരെ ഒന്നും കിട്ടൂല, അതുകൊണ്ടാ നിങ്ങൾ ഞങ്ങൾക്കൊക്കെ വാങ്ങി തരാൻ വേണ്ടി ഓടണം. ഇത് വെള്ളം നനയോ? മഴയാണ്. വെള്ളം നനയോന്ന് ചോദിച്ചപ്പോ എന്താ പറയുക, കവറിലുണ്ടോ? ഒരു കവർ ഉണ്ടാവോ നോക്കാം. എന്ത് നമ്മക്ക് റൂം വരൂല, അതിൽ വെക്കണോ? ലേബർ റൂമിലൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റൂലല്ലോ. അതാ ഞാൻ ചോദിച്ചേ.
അപ്പൊ ഞങ്ങൾ ആ കവർ എടുത്തമ്മ, എല്ലാ സാധനങ്ങളും തമ്മിൽ കവർ എടുത്തില്ലേ? ആക്കുന്ന പോണ വരി തന്നെ അല്ലാ. ഞങ്ങൾ ഇറങ്ങി പോവാൻ ഓട്ടോറിക്ഷ. ഞാൻ ഓട്ടോയിലാണ് പോകട്ടോ. നിങ്ങൾ ഞങ്ങളെ വെക്ക് വരൂലേ? ഞാൻ വരുന്നുണ്ട്. ഈ പോയിക്കോ. ഉമ്മാക്ക് പേടിയാണ്. എന്തിന്? ഒരു ടെൻഷൻ. എല്ലാരും വേദന ആയിട്ടാ പോയത്. വേദന കണ്ട് ചിരിച്ചോണ്ടാ പോണത്. അതല്ല അങ്ങോട്ട് ഇറങ്ങാനാവോ? കയറി കയറി അപ്പുറത്ത് കൂടെ പോവാം. അപ്പൊ ശരി. വളവ് ഭയങ്കരാണ്. ബൈക്കിലും ശരി. റോസ് 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 റോസ്. അതിൽ മുകളിൽ തന്നെ ഉണ്ട് പേപ്പർ, ഉള്ളിൽ തന്നെ ഉണ്ട് പേപ്പർ. കുറേ റിസൾട്ട് ചെയ്തില്ല. റിസൾട്ടൊക്കെ വാങ്ങി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ബുക്കൊക്കെ ചെയ്ത് ഇതാ വരുന്ന എടുത്തോളി. ഞങ്ങൾ വന്നതും ഓളെ ഉള്ളിൽ കയറ്റി കേട്ടോ. വീഡിയോ എടുക്കാനുള്ള സമയമേ കിട്ടിയില്ല. അപ്പോൾ ഡോക്ടർമാനെ ഉള്ളിലേക്ക് വിളിച്ചിരുന്നു കേട്ടോ. എന്താ പറഞ്ഞ്? ഡോക്ടറെ വന്നിട്ട് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ഇനി ബാസി ഡോക്ടറെ വന്നിട്ട് വിവരങ്ങൾ പറയാന്ന്. ഉമ്മാൻ്റെ ടെൻഷൻ എന്താ അറിയോ? അവൾക്ക് ചെറിയ വേദന പോലും താങ്ങാൻ പറ്റൂല എന്നാണ്. അവിടെ കിടന്ന് അലറോന്ന് അറിയില്ല. എന്തായാലും വേഗം പ്രസവം നടന്നാൽ മതിയില്ലേ? നമുക്ക് ആ ഓളെ കാണാത്തതിൻ്റെ ടെൻഷനാണ്. കാണാന്ന് വെച്ച് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. എന്തിനപ്പം നിങ്ങളെ വിളിച്ച്? ഡോക്ടർ വന്ന് വികസനം ആയില്ലല്ലോ. മരുന്ന് വെച്ചിട്ട് ഗുളിക കൊടുക്കുകയാണ്. നേരം വെളുക്കുമ്പോഴത്തേനൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. നേരം വെളുക്കുമ്പോഴത്തേനാവും. അങ്ങനെ അവൾക്ക് ഇത്ര നേരമായിട്ട് ഒരു വേദന പോലും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മരുന്ന് വെക്കാൻ വേണ്ടി സമ്മതപത്രം ഒപ്പിടാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ഡാറ്റ കാണിച്ചിട്ട് പോയി. നിങ്ങൾ എപ്പോഴാണ് കാണുന്നത്? തട്ടിട്ടിട്ട് മഫ്ത ചുറ്റിയിട്ടല്ലേ? അവൾക്കുള്ള ചായയും പെന്നും കൊണ്ടുപോകാണ്ട്. ഓരോ വട്ടം പേര് വിളിക്കുമ്പോൾ ബേജാറല്ലേ? മനസ്സിൽ പെട്ടെന്നൊരു ആന്തലുണ്ടോ. ഇപ്പോൾ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേഗം കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ അത്രയും ടെൻഷൻ അടിക്കുന്നത് കുറഞ്ഞു കിട്ടും. അങ്ങനെ അതിൻ്റെ ഇടയിൽ അച്ചാച്ചും പൊന്നും അളിയനൊക്കെ കൂടി വന്നു കേട്ടോ. പിന്നെ വേദന കൂടിയപ്പോൾ വേറെ ഏതോ റൂമിലേക്ക് മാറ്റാൻ പോവാണെന്ന് പറയാൻ വേണ്ടി അവൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? അവൾക്ക് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവളെ പുറത്ത് കൊണ്ടുവന്ന്. അങ്ങനെ പുറത്ത് വന്നതില്ലെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കഞ്ഞൊക്കെ വാങ്ങിക്കൊടുത്ത് ആ കഞ്ഞൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓളെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് തീർന്നതിന് ശേഷം ഓളെ ഞങ്ങൾ ലേബർ റൂമിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ.